സമയം മെനക്കെടുത്താമെന്ന് കേറിക്കൊള്ളും കുറെ മാരണങ്ങൾ തന്നെയല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം യശ് നായകനായി എത്തുന്ന സിനിമ. ഈ 4 വർഷവും യശ് ഈ ചിത്രത്തിന്റെ പുറകെ തന്നെയായിരുന്നു. ഒരു കഥ ഇങ്ങനെ നട്ടംതിരി നടക്കണ്ടോ മനസ്സില്? ഇതാ എന്റെ മുറ്റത്തെ നന്മ മരം. എന്താടാ പട്ടി നീ ഉടച്ചത്? ഗീതു മോഹൻദാസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച സംവിധായകൻ രൂപേഷ് പീതാംബരൻ, മമ്മൂട്ടി ചിത്രം കസബ ഇപ്പോൾ നിങ്ങൾക്ക് ടോക്സിക് ആയി തോന്നുന്നുണ്ട് എന്നാണ് ചോദ്യം പുറത്തു വന്നിരിക്കുന്നത്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. മമ്മൂട്ടി ചിത്രമായ കസബയിലെ വിവാദമായ രംഗം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രൂപേഷിന്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ചിത്രത്തിന് ഇന്ത്യ ഒട്ടാകെ കിട്ടുന്നത് വളരെയധികം നെഗറ്റീവ് റെസ്പോൺസ് ആണ്. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേനയെടുത്തെന്നറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടു. സമ്മിശ്ര പ്രതികരണം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സും തിയേറ്റർ റെസ്പോൺസിൽ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണവും ഒക്കെ തന്നെ മറു രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. ടോക്സിക് രംഗങ്ങൾ ഒരുപാടുണ്ട് എന്നത് സംബന്ധിച്ച് ഗീതു മോഹൻദാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതാണോ കേരള സ്റ്റൈൽ? കയ്യിൽ മാത്രം പാൻറിട്ട പോരാ, കാലിലും വേണം. കുട്ടികളുള്ള വീടായത്. കഷ്ടം. എന്താണോ തനിക്കില്ല അമ്മ പങ്കന്മാര് ഈ സൈസ് ഇല്ല. ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കപ്പെട്ട സിനിമയും കൂടിയായിരുന്നു അത്. അയ്യോ എന്റെ എല്ലാം കൊണ്ടുപോയേ കള്ളൻ കള്ളൻ. നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. പ്രീ റിലീസ് ഇവന്റുമായി ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസ് എത്തിയപ്പോൾ പോലും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക, എന്നിട്ട് അതൊക്കെ വിളിച്ചു പറയാ. കഥാ നോവൽ എന്നൊക്കെ ഒരു ഓമന പേരും. അതുകൊണ്ട് എന്തായി? കുടുംബത്തിന് ആകെ ചീത്തപ്പേരുണ്ടായി. അപ്പോൾ ഗീതു പറഞ്ഞ മറുപടി സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയൂ എന്നത് സംബന്ധിച്ചാണ്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഈ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അവന്റെ ഇനി താൻ കവിത എഴുതരുത്, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ ഇതൊക്കെ ഒരു തരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചിതവും കൊണ്ട് നടക്കും. ഞാൻ പലതവണ പറഞ്ഞതാ ഈ ബിസിനസ് നമുക്ക് വേണ്ടാന്ന്. അനുസരിക്കില്ല. പുതിയ നോവൽ എഴുതി തുടങ്ങിയതാ. എന്നെയൊക്കെ കളഞ്ഞിട്ട് പോണം. എനിക്ക് അല്പം ധൃതിയുണ്ട്. പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.